എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറിനൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ, അധികം പണിയൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു കോംബോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 250 ml കപ്പിൽ കറക്റ്റ് 1.5 കപ്പ് അളവിൽ ഇതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത് നമ്മൾ സാധാരണ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ്. ആദ്യം ഇതിലേക്ക് 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും 1/2 കപ്പും കൂടി ഇട്ട് കൊടുത്ത് കറക്റ്റ് 1.5 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ അരിപ്പൊടി എടുത്ത ആ ഒരു സെയിം കപ്പിൽ തന്നെ 250 ml കപ്പിൽ കറക്റ്റ് 1 കപ്പ് അളവിൽ ചെറിയ തേങ്ങയാണ്. ആ ഒരു തേങ്ങ ഞാൻ ഈ ഒരു മിക്സർ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇനി ഇതിലേക്ക് ഒരു 8 മുതൽ 10 വരെ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, ഒരുപാട് അരക്കുകയും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ നമ്മളൊന്ന് ഒതുക്കിയെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് കണ്ടില്ല, ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ 1.5 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 3 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് പൊടിക്ക് 3 കപ്പ് അളവിൽ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പലഹാരമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് വെള്ളം നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വരണം. അപ്പോൾ വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു തേങ്ങയുടെ ഒരു കൂട്ടില്ലേ, ആ ഒരു തേങ്ങയുടെ ഒരു കൂട്ട് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ആ ഒരു തേങ്ങയും കൂടി ചേർത്തിട്ട് വീണ്ടും ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ തിളച്ച് കയറി വരുന്ന സമയത്താണ് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 1.5 കപ്പ് അരിപ്പൊടിയിലെ വറുത്തിട്ടുള്ള അരിപ്പൊടി, ആ ഒരു അരിപ്പൊടി ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് വാട്ടി കുഴച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു മാവൊക്കെ നന്നായിട്ട് കുക്കായി ഒരു പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിപ്പോൾ നല്ല ചൂടല്ലേ, നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം, നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഈ ഒരു മാവ്. അപ്പോൾ അതിൻ്റെ ഒരു ചൂട് അത്യാവശ്യം ഒന്ന് കുറയുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് തണുത്തങ്ങ് പോവുകയും ചെയ്യരുത് ഈ ഒരു മാവ്. ഒരുപാട് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെർഫെക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പം ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മൾ ഈ ഒരു മാവ് നല്ല പോലെ തന്നെ കൈവച്ചിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് അത്യാവശ്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൈവച്ചിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അതിൽ ചെറിയൊരു ചൂട് തട്ടുന്നുണ്ടെങ്കിൽ തന്നെ വെള്ളത്തിൽ കൈ മുക്കി നമ്മൾ നല്ല പോലെ തന്നെ ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി ഒരു മാവ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവിവിടെ നല്ല സോഫ്റ്റ് മാവാക്കി ഞാൻ ഇവിടെ നിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ച് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. കാരണം അരിപ്പൊടി ആയതുകൊണ്ട് നമ്മളിത് തുറന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇതിരുന്നങ്ങ് ഉണങ്ങി അങ്ങ് പോവും. അപ്പോൾ അടച്ച് വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് നമുക്ക് പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു ബട്ടർ പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പർ ആണെങ്കിലും ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫുള്ളായിട്ട് ഇങ്ങനെ. ശേഷം ഈ ഒരു വലുപ്പത്തിൽ മാവ് എടുത്തിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ വിള്ളലുകളൊന്നും ഇല്ലാതെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. ഓയിൽ നന്നായിട്ട് കയ്യിലാക്കിയിട്ട് വേണം കേട്ടോ നമ്മളിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതുപോലെ മാവ് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ആ ഒരു മാവിന് ഒട്ടും തന്നെ വിള്ളലുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല പോലെ തന്നെ കൈവച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി ഒട്ടും വിള്ളലുകളൊന്നും ഇല്ലാതെ ഇതുപോലെ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുക ഈ ഒരു മാവ്. അതിനുശേഷം ഈ ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുത്ത് ആ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം എടുക്കുക, സ്റ്റീലിൻ്റെ വല്ലതും. എന്നിട്ട് ആ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരന്ന് കിട്ടും. ശേഷം നമ്മൾ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് കട്ടി കുറഞ്ഞങ്ങ് പരത്തരുത്, നമുക്കിത് ചുട്ടെടുക്കാനൊക്കെ പ്രയാസമാകും. ഇതുപോലെ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമ്മളിത് പരത്തിയിട്ടെടുക്കേണ്ടത്. ഇത് കണ്ടല്ലോ, ഈ ഒരു ബട്ടർ പേപ്പറിൽ നിന്ന് ഈസി ആയിട്ട് ഇത് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ബട്ടർ പേപ്പർ ഇപ്പം നിങ്ങളുടെ ഇല്ലെങ്കിൽ വാഴയില കട്ട് ചെയ്തിട്ട് വാഴയിലയിൽ ഓയിലാക്കിയിട്ട് നമ്മൾ മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓയിലാക്കിയിട്ടുള്ള വേറൊരു വാഴയില വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ പാത്രം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എടുത്താലും മതി. കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ബട്ടർ പേപ്പറാണ്.
അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ മാവ് ഇതുപോലെ കൈ കൊണ്ട് ഉരുട്ടി എടുക്കുന്ന സമയത്ത് ആ ഒരു മാവിന് ഒട്ടും തന്നെ വിള്ളലുകൾ ഉണ്ടാകാൻ പാടില്ല. നല്ല സോഫ്റ്റ് ആക്കിയ ഒരു മാവൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവ് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഉണങ്ങിപ്പോവും. ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊന്നും പരത്തിയെടുക്കാൻ പറ്റത്തില്ല. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പരുവത്തിനാണ് നമുക്കിതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്കിതൊന്ന് ചുട്ടിട്ടെടുക്കാം. ചുടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടായിട്ട് കിടക്കുന്ന കല്ലിലേക്ക് വേണ്ടി ഇത് നമ്മൾ ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു കല്ലിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പത്തിരിയൊക്കെ ചുടുന്ന പോലെ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളങ്ങ് വേഗത്തില്ല. അതിലും കുറച്ചൊരു സമയം എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു സ്വല്പം ഓയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ചുട്ടിട്ടെടുക്കുന്നത് ഇതുപോലെ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം മാത്രം ഇത് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് മറിച്ചിടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈഡ് നന്നായിട്ട് കുക്കായതിന് ശേഷം ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയും ജീരകവും ചെറിയുള്ളിയൊക്കെ ചതയ്ക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഒറോട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ശരിക്കും ഇത് കട്ടൻ ചായയുടെ ഒക്കെ കൂടെ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. തേങ്ങാപ്പാലിൽ മുക്കിയിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാനാണ്. ഞാനിപ്പോൾ ഇവിടെ ബീഫ് കറിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഈ ഒരു കുക്കറിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള ബീഫ് കറിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 2 നുള്ളു ഉലുവ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ഏലക്ക ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് എടുത്തിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഇതുപോലെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയാണ്. അത് രണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 200 ഗ്രാം അളവിൽ ചെറിയുള്ളി ഇതിലൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. ആ ഒരു ചെറിയുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതിൽ തിരി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഈ ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സവാളയും ചെറിയുള്ളിയും നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മൾ വഴറ്റിയെടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കണ്ടില്ല സവാളയൊക്കെ ഇതുപോലെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ തിരി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തിരി പൊടിയായിട്ട് കട്ട് ചെയ്യുന്നതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 4 ചെറിയ പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചച്ചുവ പൂർണ്ണമായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി ആ ഒരു സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ വഴണ്ടി വരുന്ന സമയത്താണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ ഇത്രയും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതൊരു 3 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്ത് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പൊടികളും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പൊടികളും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ മാത്രം ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിരുന്നൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ ബീഫ് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഈ ഒരു ബീഫ് കഷ്ണങ്ങൾ ഫുള്ള് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റോളം ഈ ഒരു ബീഫും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ബീഫും കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് മാത്രം കേട്ടോ, വളരെ കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഈ ഒരു വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തന്നെ നമ്മളൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇപ്പം നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങും കേട്ടോ. ഈ ഒരു ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിയ ഒരു വെള്ളത്തിൽ കിടന്ന് കുറച്ച് സമയം ഒന്ന് കുക്ക് ആകുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ബീഫ് കറിക്ക്. ഇതിപ്പോൾ കണ്ടില്ല, നമ്മൾ ആദ്യം കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ബീഫിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് കുക്കാകട്ടെ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ നന്നായിട്ട് നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്ത്
ആ ഒരു ബീഫിൻ്റെ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ ഇത് അത്യാവശ്യം ഒരു 10 മിനിറ്റോളം കുക്കായിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ബീഫ് കറിക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ചായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. 3/4 കപ്പ് അളവിൽ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മളൊക്കെ എടുക്കുന്ന ഓരോ ബീഫിൻ്റെയും വേവ് അനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വന്നേക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ഒരു 5-6 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും ബീഫ് നന്നായിട്ട് കറക്റ്റ് ആ ഒരു പാകത്തിന് വെന്ത് കിട്ടും. ഒരു 5 വിസിലൊക്കെ അടിച്ചതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ 1-2 വിസിലും കൂടെ അടുപ്പിച്ചിട്ടെടുത്താൽ മതി. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ഒരു പ്രഷർ പൂർണ്ണമായിട്ടും പോയതിന് ശേഷം മാത്രം ഇതുപോലെ തുറക്കുക. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇവിടെ ഈ ഒരു ബീഫ് കറക്റ്റ് 6 വിസിൽ അടിച്ചപ്പോഴാണ് കേട്ടോ കറക്റ്റ് ആ ഒരു പാകത്തിന് വെന്ത് കിട്ടിയിരിക്കുന്നത്. ഇതിന് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഈ ഒരു സമയത്താണ് തീരെ ചെറിയൊരു തക്കാളി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ബീഫ് കറി വെക്കുമ്പോൾ സവാളയൊക്കെ ഇട്ട് വഴറ്റുന്നതിനൊപ്പം ആ ഒരു തക്കാളി വഴറ്റുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. തക്കാളി നമ്മൾ ഒരുപാടങ്ങ് വഴറ്റി ബീഫിൻ്റെ കൂടെ വിസിലടിച്ച് വേവിക്കുമ്പോഴത്തേക്കും തക്കാളിയുടെ ഒരു പുളിയൊക്കെ ചെറുതായിട്ട് ഇറങ്ങി ബീഫ് കറിയുടെ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം തോന്നാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ലാസ്റ്റ് കുറച്ച് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് ബീഫ് കറി വെക്കുമ്പോൾ തക്കാളി ഇല്ലാതെയും ചെയ്തിട്ട് എടുക്കാം. അഥവാ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് ഒരു 3-4 മിനിറ്റോളം നമ്മളൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 2 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ബീഫ് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഒറോട്ടിയും ബീഫ് കറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.